ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ എറണാകുളത്തും 3 വയസ്സുകാരിയായ കല്യാണി എന്ന പെൺകുട്ടി അമ്മയുടെ കൈകൾ കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു. ഇന്നലെയാണ് സംഭവം നടന്നത്. അങ്കണവാടിയിൽ മകളെ രാവിലെ കൊണ്ടാക്കിയ അമ്മ തന്നെയാണ് വൈകുന്നേരം 3:30 മകളെ തിരികെ വന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷേ അമ്മയും മകളും വീട്ടിലെത്താതായതോടെയാണ് ബന്ധുക്കൾ രണ്ടുപേരെയും തിരയാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയത്. പക്ഷേ ആ സമയം, അതായത് സന്ധ്യ കഴിഞ്ഞ് 7 മണിക്ക് അമ്മ സന്ധ്യ മാത്രം വീട്ടിലേക്ക് തിരിച്ചെത്തി. മകൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ബസ്സിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല എന്നാണ് അമ്മ മറുപടി പറഞ്ഞത്. കാര്യങ്ങൾ എന്തോ കുഴപ്പത്തിലായി എന്ന് ബോധ്യപ്പെട്ട വീട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. നാട്ടുകാരും പോലീസുമൊക്കെ ആ കുട്ടി ഇറങ്ങിയ പരിസരവും തൊട്ടടുത്തുള്ള പുഴയുമൊക്കെ അരിച്ചു പറക്കി. വെളുപ്പിന് 3 മണിക്ക് ആ കുരുന്നിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. പോലീസ് മാതാവായ സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അതിപ്പോഴും തുടരുകയാണ്. 17 മണിക്കൂറായി അമ്മ സന്ധ്യയെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണി എന്ന 3 വയസ്സുകാരിയുടെ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇന്നലെ കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ ശവസംസ്കാരം നടത്തുകയും ചെയ്തു. അങ്ങനെ കല്യാണി എന്ന് പറയുന്ന 3 വയസ്സുകാരി ജീവിതത്തിൽ നിന്നും മടങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോഴും പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള സന്ധ്യ യാതൊരു കൂസലുമില്ലാതെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. താൻ തന്നെയാണ് മകളെ കൊന്നതെന്ന് കല്യാണി സന്ധ്യ പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ ചോദ്യം ഇതാണ്, എന്തിന് ചെയ്തു? അതിന് സന്ധ്യ പറയുന്ന മറുപടി ഒന്നേ ഒന്ന് മാത്രമാണ്, ഞാനത് ചെയ്തു. ഇത് പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. കാരണം ചില കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. കുട്ടിയെയും കൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുകയും വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തതിന് ശേഷമുള്ള കുറേ മണിക്കൂറുകളിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതിന് CCTV ഫൂട്ടേജ് പോലീസിന് കിട്ടിയിട്ടില്ല. ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു തന്നെയാണോ കൊലപ്പെടുത്തിയത്, അതോ കൊലപ്പെടുത്തിയതിനു ശേഷം പുഴയിലേക്ക് വലിച്ചെറിയുകയാണോ ചെയ്തത് എന്നുള്ളതാണ് പോലീസിന് അറിയാനുള്ളത്. രണ്ടാമതായി, ഈ കൊലപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ 103(1) എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം കൊലക്കുറ്റത്തിനാണ് അമ്മ സന്ധ്യയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും അത്ഭുതകരമായൊരു കാര്യം, ഇന്നലെ തന്നെ ഈ സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത സന്ധ്യ വിശന്നപ്പോൾ പോലീസിനോട് ഭക്ഷണം ചോദിച്ചു. പോലീസ് ഭക്ഷണം കൊടുത്തപ്പോൾ ആ ഭക്ഷണം അല്പം പോലും ബാക്കി വെക്കാതെ കല്യാണി എന്ന് പറയുന്ന തൻ്റെ 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മ മൃഷ്ടാന്നം ഭക്ഷണം പൂർണ്ണമായി കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങി എന്നുള്ളതാണ്. ഒരമ്മയ്ക്ക് മകളെ കൊന്നതിന് ശേഷം എങ്ങനെ ഇതുപോലെ സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് നമുക്ക് അത്ഭുതപ്പെടാം എന്ന് മാത്രം. പക്ഷേ അതാണ് നടന്നതും.
മൊഴികളിലൊക്കെ തന്നെ വൈരുദ്ധ്യമാണ്. സന്ധ്യ പറയുന്നതൊക്കെ തന്നെ പരസ്പര വിരുദ്ധമാണ്. ഇതിനിടയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതൊക്കെ കേട്ടാൽ നമുക്ക് പല ഭർത്തൃ വീടുകളിലും സംഭവിക്കുന്നത് പോലുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറയാതെ വയ്യ. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പോരും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാർ സന്ധ്യയുടെ വീട്ടുകാരെ കുറ്റം പറയുകയും അവർ തിരിച്ച് ഭർത്താവായ സുഭാഷിൻ്റെ വീട്ടുകാരെ കുറ്റം പറയുകയും ചെയ്യുന്നതാണ് തുടരുന്നത്. സുഭാഷും, അതായത് സന്ധ്യയുടെ ഭർത്താവ് സുഭാഷ്, കുടുംബാംഗങ്ങളും സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് സ്ഥാപിക്കാനാണ് പൂർണ്ണമായും പറയുന്നത്. അങ്കമാലിയിലെ ഒരു മാനസിക രോഗ വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ സന്ധ്യയുടെ വീട്ടുകാർ കൊണ്ടുപോയിരുന്നു. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കണമെന്ന് സുഭാഷിൻ്റെ വീട്ടുകാർ പറഞ്ഞത്രേ. അതിനുവേണ്ടിയാണ് ഇവർ സന്ധ്യയെയും കൂട്ടി മാനസിക രോഗ വിദഗ്ധൻ്റെ അടുക്കലേക്ക് പോയത്. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും അദ്ദേഹം കൊടുത്തത്രേ. കഴിക്കാനുള്ള ചില മരുന്നുകളും കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം സുഭാഷിൻ്റെ വീട്ടിലേക്ക് സന്ധ്യ എത്തിയത്. സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് 13 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അന്നു മുതൽ സുഭാഷിൻ്റെ വീട്ടുകാരുടെ പീഡനം തങ്ങളുടെ മകൾ സഹിക്കുകയായിരുന്നു എന്നുള്ളതാണ്. സുഭാഷിനും സന്ധ്യയ്ക്കുമായി 2 കുട്ടികളാണുള്ളത്. മൂത്തത് ആൺകുട്ടിയാണ്, 10 വയസ്സുണ്ട്. രണ്ടാമത്തതാണ് കല്യാണി, 3 വയസ്സുകാരി, ഇപ്പോൾ കൊല്ലപ്പെട്ട പെൺകുട്ടി. മാനസിക പ്രശ്നം ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള തർക്കങ്ങളും 2 കുടുംബങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരുമൊക്കെ ഇപ്പോൾ ഇല്ലാതാക്കിയത് ഒരു കുരുന്നിൻ്റെ ജീവനാണ്. പോലീസിനോട് സന്ധ്യ പറഞ്ഞത് കുട്ടിയെ കൊന്നതിനു ശേഷം താനും ആത്മഹത്യ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത് എന്നാണ്. പക്ഷേ പിന്നെന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അച്ഛൻ്റെ ബന്ധുക്കളാണ് 3 വയസ്സുകാരി കല്യാണിയുടെ മൃതശരീരം ഏറ്റുവാങ്ങി സംസ്കരിച്ചത്. ഈ ബസ് ഇറങ്ങി ആട്ടോറിക്ഷ വിളിച്ച് സന്ധ്യ മകളില്ലാതെ ഭർത്താവിൻ്റെ വീട്ടിൽ എത്തുന്ന ദൃശ്യങ്ങൾ വരെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കുള്ള ഒരു ദീർഘമായ സമയമാണ് ഈ സന്ധ്യ എന്തു ചെയ്തു, എവിടെയായിരുന്നു, കുട്ടിയെ പുഴയിലേക്ക് സന്ധ്യ തന്നെയാണോ കൊണ്ടുപോയത്, അതോ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ട് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതാണോ എന്ന് അറിയേണ്ടതുണ്ട്. ഇതിനു മുമ്പും സന്ധ്യ പലവട്ടം ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ടോർച്ച് കൊണ്ട് തലക്കടിച്ചു, കല്ലുകൊണ്ട് ശരീരത്തിൽ എറിഞ്ഞു, അങ്ങനെ പലപ്പോഴും ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. മറ്റാരെങ്കിലും കല്യാണി എന്ന് പറയുന്ന 3 വയസ്സുകാരിയെ ലാളിച്ചാൽ പോലും സന്ധ്യ വയലൻ്റ് ആകാറുണ്ട് എന്നുള്ളതും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്തൊക്കെയോ മാനസിക വൈഷമ്യങ്ങളോ മാനസിക വൈകല്യങ്ങളോ ഈ സന്ധ്യ എന്ന് പറയുന്ന കല്യാണിയുടെ അമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് അനുമാനിക്കേണ്ടി വരുന്നു. കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു മാനസികാവസ്ഥ തുടക്കം മുതലേ ഈ കല്യാണി സന്ധ്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിനും ഏകദേശം തീർച്ചപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാന കാരണം ഈ മാനസിക വൈകല്യമാണോ അതോ ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള വൈരാഗ്യമാണോ എന്നുള്ളത് ഇനിയും പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാനസിക പ്രശ്നം ഉണ്ട് എങ്കിൽ പ്രത്യേകിച്ച് സന്ധ്യയെ ശ്രദ്ധിക്കേണ്ടിയിരുന്നവരാരും തന്നെ അത് ശ്രദ്ധിക്കാതെ പോയി. അതിൻ്റെയൊക്കെ പരിണിത ഫലമാകാം ആ 3 വയസ്സുകാരിയുടെ മരണത്തിൽ എത്തി നിൽക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. അങ്കണവാടിയിൽ
സന്ധ്യ മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുമ്പോൾ ആ കുട്ടി ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ സന്ധ്യ കാത്തിരുന്നു. അവിടെ അങ്കണവാടി അധ്യാപികർക്കും ആ അരിമക്കുട്ടികൾക്കുമൊക്കെ ഇപ്പോൾ വല്ലാത്ത ഭയമാണ്. കല്യാണി എന്ന് പറയുന്ന ഈ 3 വയസ്സുകാരി നല്ലതുപോലെ പാടുന്ന കുട്ടിയായിരുന്നു. കലാഭവൻ മണിയുടെ പല പാട്ടുകളും ഈ പെൺകുട്ടി അങ്കണവാടി ക്ലാസ്സുകളിൽ ടീച്ചർ പറയുമ്പോഴൊക്കെ പാടുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു. ഏറ്റവും സന്തോഷവതിയായ ഒരു അരിമക്കുട്ടിയായിരുന്നു ഈ കല്യാണി. പക്ഷേ മാതാവിൻ്റെ ഏതോ ദുഷ്പ്രേരണ കാരണം, അതോ മാനസിക വൈകല്യം കാരണമോ, അതോ ഭർത്താവിനോടും വീട്ടുകാരോടുമുള്ള വൈരാഗ്യം കാരണമാണോ, എന്തായാലും ആ കുട്ടി അതിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ലോകം വിട്ട് പോയിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. മാനസികപരമായ ചില ദൗർബല്യങ്ങൾ ഇവർക്കൊക്കെ മാപ്പ് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു വെക്കാമെങ്കിലും അതൊന്നും തന്നെ ഈ ക്രൂരതയിൽ നിന്നും അവരെ കുറ്റവിമുക്തരാക്കാൻ കഴിയുന്നതുമല്ല. മാനസിക വിഭ്രാന്തി ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഈ കൊലപാതകത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറും. കുറ്റം ചെയ്യുന്ന സമയത്ത് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് കോടതിക്ക് അറിയേണ്ടത്. അതിനു മുൻപോ ശേഷമോ ഉള്ള മാനസിക വിഭ്രാന്തി ഒരു കൊലക്കുറ്റത്തിനെയും മയപ്പെടുത്തുന്നില്ല. എന്തായാലും കല്യാണിയുടെ മരണത്തിൻ്റെ ദുരന്ത വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നതോടൊപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ, അതായത് സന്ധ്യയിൽ നിന്നും കിട്ടുന്ന മൊഴികളുടെ തീർച്ചപ്പെടുത്തലുകളും പോലീസിൻ്റെ അതിനോടുള്ള സമീപനവും ഈ ചാനലിൽ എപ്പിസോഡായി പങ്കുവെക്കുന്നുണ്ട്.